ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നുള്ള ആ ഒരു ടോപ്പിക്കായിരിക്കും. ആൻഡ് എന്താണ് ഈ ഒരു ആക്ട്, അതിൻ്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ എയിംസും ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിതിൽ പറയാൻ പോകുന്നത്. സോ ഇതിനകത്ത് ഈ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൽ ഒരുപാട് അഡ്വാൻസസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ്, ഇൻ്റർനെറ്റ് ഭയങ്കരമായിട്ട് വളരാനത് കാരണമായി, ഈ കമ്പ്യൂട്ടറിലൊക്കെ വന്ന അഡ്വാൻസുകൾ. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചില ട്രഡീഷണൽ ആക്ടിവിറ്റീസിനെയൊക്കെ റീഡിഫൈൻ ചെയ്യാനായിട്ട് സഹായിച്ചു. അതായത് പഴയതായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി. ഇപ്പം കൊമേഴ്സ്, ഗവേണൻസ്, ലേണിംഗ്, അതായത് ഇപ്പം ഒരു പഠനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്ലാസ് റൂമിൽ പോയി പഠിക്കുന്ന ആ ഒരു രീതി, അത് മാറിയിട്ട് ലേണിംഗ് എന്നുള്ളൊരു സംഭവം വന്നു. അതുപോലെ തന്നെ കൊമേഴ്സ്, അതായത് ഇൻ്റർനെറ്റിലൂടെ തന്നെ കൊമേഴ്ഷ്യലായിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു കൊമേഴ്സ് നടത്തുക, ഗവേണൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഇതൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു ടെക്നോളജി മൂലം വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന് നമുക്കറിയാം പോസിറ്റീവ് സൈഡും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പോൾ അത് ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് റിസോഴ്സ് ചാലഞ്ചസ് ബിഫോർ ദ സ്റ്റേറ്റ്, ഇങ്ങനെ പല തരത്തിൽ ചലഞ്ചസ് സ്റ്റേറ്റിന് മുന്നിൽ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്, ഈ പോസിറ്റീവ്സും നെഗറ്റീവ്സും കാരണം. അപ്പം ലീഗൽ ചലഞ്ചസ് റിസൾട്ടിങ് ഫ്രം അൺഎക്യുപ്ഡ് ലോ ആൻഡ് ലീഗൽ ടൂൾസ് വിച്ച് ആർ ഇൻകോമ്പീറ്റൻറ്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് സൈബർ ക്രൈം ആർ ലാഗിങ് ബിഹൈൻഡ് ടെക്നോളജിക്കൽ, സ്ട്രക്ചറൽ ഓർ സോഷ്യൽ ചേഞ്ചസ്. അതായത് ഇപ്പോൾ അൺഎക്യുപ്ഡായിട്ടൊരു ലോ ഉണ്ട്, അല്ലെങ്കിൽ ലീഗൽ ടൂൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ലീഗൽ ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സൈബർ ക്രൈം നടക്കുമ്പോൾ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ള നിയമത്തിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ചേഞ്ചസ് ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. ഇപ്പം അത് ഈ സൈബർ ക്രൈം നടക്കുന്നുണ്ട്, പക്ഷെ അതിന് പ്രോപ്പറായിട്ട് ലോ ഇല്ലെന്ന് വെക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കംസ്റ്റൻസസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഇനാക്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോപ്പർ ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി ബില്ലെന്ന് പറഞ്ഞിട്ടൊരു ബില്ല് 2 ഹൗസ് ഓഫ് പാർലമെൻറ്റും കൂടി പാസ് ചെയ്തു. ആൻഡ് പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് കിട്ടി. അത് 9th June 2000 ഇതൊരു സ്റ്റാറ്റ്യൂട്ടായിട്ട് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നുള്ള രീതിയിൽ 2000 വരുന്നത്. ആൻഡ് അത് October 17, 2000 ഫോഴ്സിലേക്ക് വരുന്നത്. സോ ഈ ഒരു IT ആക്ട് 2000 എന്ന് പറയുന്നത് ഇനാക്ട് ചെയ്തിരിക്കുന്നത് യൂണിസെട്രൽ മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ് ബേസിസിലാണ്. അതായത് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നുള്ള 1996 ആ ഒരു മോഡൽ ലോ അനുസരിച്ചാണ് ഈ ഒരു IT ആക്ട് 2000 വന്നത്. അതിനുശേഷം 2008 അമെൻമെൻറ്റ് വരുന്നത് ഇതേപോലെ തന്നെ യൂണിസെട്രൽ മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് സിഗ്നേച്ചർ 2000 എന്ന് പറയുന്ന ആ ഒരു ലോയെ ബേസ് ചെയ്താണ്. അപ്പം ഈ ഒറിജിനൽ ആക്റ്റായിട്ടുള്ള 2000 IT ആക്ട് വരുന്നത് യൂണിസെട്രൽ മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ ബേസിസിലും 2008 അമെൻമെൻറ്റ് വരുന്നത് യൂണിസെട്രൽ മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് സിഗ്നേച്ചറിൻ്റെ ബേസിസിലുമാണ്. ആൻഡ് ഇതിൻ്റെ നമുക്ക് ഈ ഒരു ആക്ടിൻ്റെ ആപ്ലിക്കബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ഇതിന് എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് നമ്മുടെ ഇന്ത്യയുടെ പുറത്തും ഈ ഒരു ടെറിട്ടറിയുടെ പുറത്തും ഈ ഒരു ലോ ആപ്ലിക്കബിൾ ആണ്. അപ്പം ഇത് ആക്ട് ഏതൊക്കെ ഒഫൻസുകൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഏത് ഒഫൻസുകൾക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഒഫൻസ് ഇന്ത്യക്ക് പുറത്താണ് നടക്കുന്നത്. അപ്പോൾ അയാൾ എങ്ങനെയുള്ള ആളാണ്, അതായത് ഏത് നാഷണാലിറ്റി ആണെന്നുണ്ടെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണ്.
അപ്പം ആ ഒരു ആക്ട് അല്ലെങ്കിൽ കോൺട്രവെൻഷൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കോ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കണം. അതായത് കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ സിസ്റ്റമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കോ ഇന്ത്യയിൽ ലൊക്കേറ്റഡ് ആണ്, ബാക്കിയെല്ലാം അതായത് ആ ഒരു ആൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും നാഷണാലിറ്റി ഉള്ള ആളാണ് അല്ലെങ്കിൽ അയാൾ കമ്മിറ്റ് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ് എന്നൊക്കെ വന്നാൽ ഈ ഒരു ആക്ട് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ആക്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷൻ്റെ അകത്ത് ഈ ഒരു ആക്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഇതൊരു 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് IT ആക്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എവിടെയൊക്കെയാണ്. അപ്പം ദിസ് ആക്ട് ഷാൽ നോട്ട് അപ്ലൈ ടു ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻ ആസ് പെർ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ദി ആക്ട്. ഈ ആക്ടിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിലാണത് പറയുന്നത്. അതിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അതർ ദാൻ എ ചെക്ക് ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 13 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881. അതായത് ചെക്കല്ലാതെ മറ്റെന്തെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് സെക്ഷൻ 13 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 13 ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൻ്റെ സെക്ഷൻ 13 ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം. അതർ ദാൻ ചെക്കല്ലാതെ വേറെ എന്തെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ആക്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. 2 പവേഴ്സ് ഓഫ് അറ്റോർണി ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 1A ഓഫ് പവേഴ്സ് ഓഫ് അറ്റോർണി ആക്ട് 1882. അതായത് ഈ പവേഴ്സ് ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ആക്ടിൻ്റെ 1A എന്ന് പറയുന്ന സെക്ഷനിലാണ് ഈ പവേഴ്സ് ഓഫ് അറ്റോർണി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതിനകത്ത് വരത്തില്ല. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ ഡെഫിനിഷനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും നമുക്ക് ഈ ഒരു ആക്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് 3 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 3 വരുന്ന ഡെഫിനിഷനിലുള്ള ട്രസ്റ്റ്. ആ ട്രസ്റ്റുകളും ഈ ഒരു ആക്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ഏത് ആക്റ്റാണ് ഏത് സെക്ഷൻ ആണെന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 13 ഡിഫൈൻ ചെയ്യുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് അതർ ദാൻ ചെക്ക്. ആൻഡ് 2 പവേഴ്സ് ഓഫ് അറ്റോർണി ആക്ടിൻ്റെ സെക്ഷൻ 1A പറയുന്ന പവേഴ്സ് ഓഫ് അറ്റോർണി. ദെൻ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 3 പറയുന്ന ട്രസ്റ്റുകൾ. പിന്നീട് 4 ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 2 ക്ലോസ് H ഡിഫൈൻ ചെയ്യുന്ന വില്ല്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഇൻക്ലൂഡിങ് എനി അതർ ടെസ്റ്റമെൻ്ററി ഡിസ്പോസിഷൻ ബൈ വോട്ട് എവർ നെയിം കോൾഡ്. അതായത് വില്ലെന്ന് മാത്രമല്ല മറ്റ് എന്തെങ്കിലും ടെസ്റ്റമെൻ്ററി ഡിസ്പോസിഷൻ ഉണ്ടോ അതിനിപ്പോൾ ഏത് പേര് വിളിച്ച് പറയുന്ന ടെസ്റ്റമെൻ്ററി ഡിസ്പോസിഷൻ ആണെങ്കിലും, അതായത് ഒരു സ്വത്ത് എഴുതി വെക്കുന്നത് വേറെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കുന്നത്, അപ്പോൾ അത് വില്ലെന്നല്ല മറ്റേതെങ്കിലും രീതിയിൽ പേരുള്ളതാണെങ്കിലും അതുപോലെ തന്നെ അതും ഉൾപ്പെടും, ഈ പറയുന്ന വില്ലും ഉൾപ്പെടും. ഏതിൻ്റെ അകത്താണ് വില്ലിനെ ഡിഫൈൻ ചെയ്യുന്നത്? 2 ക്ലോസ് H ഓഫ് ദി ഇന്ത്യൻ സക്സഷൻ ആക്ട്. ആൻഡ് 5 പറയുന്ന കാര്യമാണ് എനി കോൺട്രാക്ട് ഫോർ സെയിൽ ഓർ കൺവെയൻസ് ഓഫ് ഇമ്മൊബിൾ പ്രോപ്പർട്ടി ഓർ എനി ഇൻട്രസ്റ്റ് ഇൻ സച്ച് പ്രോപ്പർട്ടി. അപ്പം ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ എന്തെങ്കിലും സെയിലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കൺവെയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ്, അതല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും നമുക്ക് ഈ ഒരു ആക്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ 5 കാര്യങ്ങളിലാണ് നമുക്ക് ഈ ഒരു ആക്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, പവേഴ്സ് ഓഫ് അറ്റോർണി, ട്രസ്റ്റ്, then will and sale or conveyance of immobile property. അപ്പം ഈ പറയുന്ന എക്സ്ക്ലൂഷൻസ് ആർ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ടു പ്രിവെൻറ്റ് ഫ്രോഡുലൻറ്റ് ക്രിയേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് എബോവ് ഡോക്യുമെൻറ്റ്സ് ത്രൂ ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റിലൂടെ ഈ പറയുന്ന ഡോക്യുമെൻറ്റുകൾ ഫ്രോഡുലൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാതിരിക്കാനുമാണ് ഇതിനെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ ബേസിസിലാണ് ഇത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ചെക്കല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുകളോ ബില്ലുകളോ ഇതൊന്നും ഇൻ്റർനെറ്റ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ ഫ്രോഡുലൻ്റായിട്ട്
അത് ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കാനും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് എപ്പോഴാണ് വന്നത്, അത് എങ്ങനെയാണ് കൊണ്ടുവന്നത്, എന്ന് ഫോഴ്സിൽ വന്നു, ഏത് ലോ മോഡലിലാണ് വന്നിരിക്കുന്നത്, പിന്നീട് ഈ ഒരു ആക്ടിൻ്റെ ആപ്ലിക്കബിലിറ്റി, അതിനകത്ത് എവിടെയൊക്കെ ആപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ള കാര്യം കൂടി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.